കൊടുവള്ളിയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു ലീഗിൻ്റെ സ്ഥാനാർത്ഥി തോറ്റിട്ടില്ല. അത് തോറ്റ ഒരാളാണ് ഇവിടെ വന്ന് മത്സരിക്കുന്നത്. ഗ്ലാസ് കൊള്ളാത്തതുകൊണ്ടാണ് ബക്കറ്റാക്കിയത്. കുന്നമംഗലം എന്നാൽ കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ കേൾക്കുന്ന പേര് PT റഹീം എന്നുള്ളതാണ്. ഇത്തവണയും LDF കുന്നമംഗലം നിലനിർത്താൻ വേണ്ടി PT റഹീമിനെ തന്നെയാണ് കളത്തിലിറക്കിയിരിക്കുന്നത്. എന്നാൽ ഇത്തവണ കുന്നമംഗലം തിരിച്ചു പിടിക്കുമെന്ന വാശിയിലാണ് UDF ഉള്ളത്. അതുകൊണ്ട് തന്നെ ശക്തമായൊരു പോരാട്ടം നടക്കുന്നു. എന്തായാലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകൾ, അനുഭവങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി സിറ്റിംഗ് MLA കൂടിയായ PT റഹീം കേരള വിഷൻ ന്യൂസിനൊപ്പമുണ്ട്. റഹീംക്ക് എന്താണ് വോട്ടർമാരുടെ പോകുന്ന സമയത്ത് ഒരു അനുഭവങ്ങൾ എന്താണ് അവർ സ്വീകരിക്കുന്നത്? എങ്ങനെ കഴിഞ്ഞ 3 ടേമായി ഞാനിവിടെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെ മതി എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്. നിങ്ങളുടെ നേരെ മുമ്പിൽ നോക്കിയാൽ മതി, എല്ലാ റോഡും BMBC ആയി, എല്ലാ സ്കൂളുകളും സ്മാർട്ടായി, എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും സ്മാർട്ടായി, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ എൻ്റെ കൂടെ നിൽക്കുന്നു, ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് 4ാമത്തെ പ്രാവശ്യവും മത്സരിക്കാൻ എന്നെ തന്നെ പാർട്ടി നിയോഗിച്ചിരിക്കുന്നത്. അത് കൊടുവള്ളിയിൽ നിന്ന് ലീഗിൻ്റെ ചരിത്രത്തിൽ ഒറ്റ സ്ഥാനാർത്ഥിയെ ലീഗിൻ്റെ കൊടുവള്ളി തോറ്റിട്ടുള്ളൂ. അയാൾ ഇവിടെ വന്ന് മത്സരിച്ചാലൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. അതായത് തോറ്റ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചുകൊണ്ട് വീണ്ടും ലീഗ് കൊടുവള്ളിയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു ലീഗിൻ്റെ സ്ഥാനാർത്ഥി തോറ്റിട്ടില്ല. അത് തോറ്റ ഒരാളാണ് ഇവിടെ വന്ന് മത്സരിക്കുന്നത്. പക്ഷേ ഈ UDF വലിയൊരു ആത്മവിശ്വാസം ഇവിടെ, അത് എന്തായിരിക്കും അതിൻ്റെ ഒരു UDFിൻ്റെ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഇവിടെയുള്ള സ്ഥാനാർത്ഥി ഇവിടെ മത്സരിച്ചാൽ പോരെ. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടിയില്ലല്ലോ. കുന്നമംഗലത്തുകാരൻ കൊടുവള്ളിയും കൊടുവള്ളിക്കാരൻ കുന്നാലത്തും വന്ന് മത്സരിക്കേണ്ടതില്ലല്ലോ. ഈ സർവേ വിശ്വാസം കുറവായതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്യുന്നത്. ഈ സർവേകളിൽ പോലും പലരും താങ്കൾക്ക് തന്നെയാണ് ഇപ്പോഴും ഇത് മുൻഗണന നൽകുന്നത്. തുടർച്ചയായി 15 വർഷം MLA ആയിട്ടും വീണ്ടും ജനങ്ങൾ താങ്കളെ സ്വീകരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണോ? അങ്ങനെയാണെങ്കിൽ എന്താണ് അതിന് പിന്നിൽ രഹസ്യം ഉണ്ടാവുമല്ലോ? രഹസ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ തന്നെ നോക്കിയാൽ മതി. എല്ലാ റോഡുകളും, സ്കൂളുകളും, ആശുപത്രികളും, എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ നേരത്തെ ആർക്കും വലിയ ബന്ധമൊന്നുമില്ലാതെ കിടന്നിരുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഇവിടെ. അതൊക്കെ ഇപ്പം ലൈനിൽ വന്നു. അപ്പോൾ അതിൻ്റെ പിന്നിലൊക്കെ നല്ല എഫർട്ടുണ്ട്. ആ എഫർട്ട് ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് റഹീംക്കെ സംബന്ധിച്ച് വോട്ടർമാരൊക്കെ പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പരിചയമായി കഴിഞ്ഞുവല്ലേ ഈ ഒരു 15 വർഷത്തിൽ? തീർച്ചയായിട്ടും ഞാൻ ഒരു വിവേചനവുമില്ലാതെയാണ് എല്ലാ ആളുകളോടും പെരുമാറുന്നത്. എല്ലാ വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരു വിവേചനവുമില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ വെച്ചാൽ, മുമ്പ് തിരിഞ്ഞു നോക്കാത്ത കുറേ പ്രദേശങ്ങളുണ്ടായിരുന്നു ഇവിടെ. കാരണം ആരെങ്കിലും MLA വരും, എൻ്റെ മുമ്പ് MLA വരും, അവർ നിയന്ത്രിക്കുന്ന ആളുകൾ വേറെയാണ്. പക്ഷേ അവരൊരിക്കലും തന്നെ അവികസിതമായ പ്രദേശം, പ്രത്യേകിച്ച് ചില വിഭാഗം ആളുകൾ താമസിക്കുന്ന പ്രദേശത്ത് അവർ തിരിഞ്ഞു നോക്കാറേ ഇല്ല. ആ റോഡൊക്കെ ഒന്ന് പോയി നോക്കിയാൽ മതി. ഇപ്പോൾ അത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വിജയം എന്ന് പറയുന്നത്. 15 വർഷം കൊണ്ട് പരമാവധി ഈ മണ്ഡലം വികസിപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായി ഇനി ചോദിക്കാനുള്ളത്, സംസ്ഥാന തലത്തിൽ LDFിൻ്റെ പ്രതീക്ഷകൾ എങ്ങനെയാണ്? 110-ലധികം സീറ്റ് എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ സർവേകളിൽ വരുന്നത് ഏകദേശം ഇഞ്ചോടിഞ്ച് എന്നുള്ള രീതിയിലാണ്. എൻ്റെ അഭിപ്രായത്തിൽ കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം, ആ പ്രവർത്തനം കൊണ്ട് നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ സീറ്റ് കൂടും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഇത് 2ാമത്തെ തുടർച്ചയാണെന്നാണ് പറയുന്നത്. അതിൻ്റെ മുമ്പുണ്ടായിരുന്നത് കാസ്റ്റിംഗ് മന്ത്രിസഭയാണ്. കാസ്റ്റിംഗ് മന്ത്രിസഭ. അതുകൊണ്ടാണ് ഒരാളെ രാജിവെപ്പിച്ചിട്ട്, സെൽവരാജിനെ രാജിവെപ്പിച്ചിട്ട് കൊണ്ടുവരാൻ കാരണം. അപ്പോൾ അതിൻ്റെ അർത്ഥം വെച്ചാൽ അന്നും അവർക്കില്ല. അപ്പം ഇത് ശരിക്കും ഇത് 4ാമത്തേതാണ് ഈ മന്ത്രിസഭ. യഥാർത്ഥത്തിൽ 4ാമത്തേതാണ്. അത് 5ലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ബക്കറ്റാണ് മെയ് 4 ബക്കറ്റ് നിറയോ? എങ്ങനെയാ? ഒരു സംശയമില്ല. ഗ്ലാസ് കൊള്ളാത്തതുകൊണ്ടാണ് ബക്കറ്റാക്കിയത്. ഓക്കെ. വലിയ ആത്മവിശ്വാസത്തിലാണ് PT റഹീം. തുടർച്ചയായി 4ാം തവണയും താൻ ഇവിടെ വിജയിക്കും, 3ാം തവണ പിണറായി സർക്കാർ വരുമെന്ന് ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ്. ക്യാമറ പേഴ്സൺ റിഷാദ് TK-ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.